ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഈ ഇന്നലത്തേക്ക് മുമ്പുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ ഞാൻ ചോദിക്കുന്നില്ല. ഇന്നലെ തൊട്ടുള്ളത് നിങ്ങൾക്ക് അറിയുകയില്ല, ഇതൊക്കെയാണല്ലോ. പക്ഷേ പാലക്കാടിൻ്റെ എം എൽ എ ഒരു കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ചാണ് അവിടെ ജയിച്ചത്. അവിടുത്തെ ആളുകളോട് നിങ്ങൾക്ക് 2023 പരാതി ഉള്ള ഒരാളിനെയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തി പാലക്കാട്ടുകാരെ ചതിച്ചത് എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയേണ്ടി വരും. ഇതാ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഘട്ടത്തിലും ആളുകൾ ചോദിക്കും, ഇതുപോലെ സ്ത്രീകളോട് പെരുമാറിയ പീഡകനോട് ഇത്തരത്തിൽ നിലപാടെടുത്ത് അയാളെ കൊണ്ടുപോയി MLA ആക്കിയ ഒരു പ്രസ്ഥാനമാണോ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ മെമ്പർമാരെയൊക്കെ തരാൻ പോകുന്നത് എന്ന് അവിടെയും ചോദ്യങ്ങൾ വരും. ഈ ചോദ്യത്തിൽ നിന്നൊന്നും കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞങ്ങൾ ഇന്നലെ ഇല്ലായിരുന്നു എന്ന് നാടോടിക്കാറ്റിൽ മോഹൻലാൽ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, പഞ്ചായത്ത് ഇലക്ഷനിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഗവൺമെൻറ്റിനോടാണ്. പിന്നെ വാർഡിലത്തെ കാര്യങ്ങളാണ്. വെള്ളം, കുടിവെള്ളം, റോഡ്. ഇന്നിപ്പോൾ ഇതാ കൊല്ലത്തൊരു റോഡ് ഇടിഞ്ഞു പോയിട്ടില്ലേ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ നമ്മുടെ ഈ പുറത്താക്കപ്പെട്ട MLA, പാലക്കാട്ടുള്ള MLAയോട് കോൺഗ്രസ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സ്പീക്കർക്ക് തീരുമാനിക്കാം. അത് സ്പീക്കറെ കോൺഗ്രസ്സുകാരനല്ല. അപ്പോൾ സ്പീക്കറോടൊന്ന് പറയുക, ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറയുക, അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് പറയുക, അല്ലെ മുഖ്യമന്ത്രിയോട് പറയുക. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താ അതൊക്കെ സാങ്കേതികത്വമാണ്. ജനങ്ങളോട് എന്ത് പറയും, സ്പീക്കറോട് എന്ത് പറയുന്നല്ല. ഒന്നും സാങ്കേതികത്വമല്ല, ഒന്നും സാങ്കേതികത്വമല്ല. എല്ലാം നിയമപരമായിട്ട് തന്നെയാണ് പോണത്. ഒന്നും സാങ്കേതിക നിയമപരമല്ല. ജനങ്ങളോട് എന്ത് പറയും? ധാർമ്മികമാണ്. അല്ലല്ല. ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ഇതൊന്നും ജനങ്ങളോട് ചോദിക്കില്ല. അവിടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ റോഡ് എന്താ ശരിയാക്കാൻ ഞാൻ ചോദിക്കുക, അല്ല ഞങ്ങളുടെ റോഡ് ഇടിഞ്ഞു പോയല്ലോ, അല്ല ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ലല്ലോ. അതാണ് ധൈര്യം. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും പേടിക്കാനില്ല, അതൊന്നും ജനം ചോദിക്കില്ല എന്നാണ് എൻ ശ്രീകുമാർ പറയുന്നത്. യഥാർത്ഥത്തിൽ ശ്രീകുമാർ ചേട്ടൻ മനസ്സിലാക്കേണ്ട എന്താ, 2024 ഒക്ടോബറിൽ പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഇടയിൽ അത്യാവശ്യം ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, പരാതികൾ, കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു അന്തസ്സുണ്ട് ശ്രീകുമാർ ചേട്ടാ. അതുകൊണ്ടാണ് ആ ഇലക്ഷൻ ക്യാമ്പയിൻ 1.5 മാസം ബൈ ഇലക്ഷൻ ക്യാമ്പയിൻ നീണ്ടു നിന്നപ്പോൾ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞോ? അതിനു മുമ്പേ തന്നെ യൂട്യൂബർമാരിലൂടെ, മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇയാളെ കുറിച്ചുള്ള പക്ഷെ ഏതെങ്കിലും ക്യാമ്പയിനിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരാൾ ഒരു പ്രസംഗത്തിൽ പോലും ഭംഗ്യന്തരേണ മാങ്കൂട്ടത്തിനെതിരായി ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ടോ? വലിയ നീലപ്പെട്ടി വിവാദം ഉൾപ്പെടെ ഉണ്ടായില്ലേ? അന്നും ഈ നൈനി ഫൈനാലെ പോലെ ഇപ്പോഴത്തെ കൂട്ടുകാർ തന്നെയല്ലേ അന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഇതുപോലുള്ള വിഷയങ്ങൾ വോട്ടിന് വേണ്ടിയിട്ടോ തെരഞ്ഞെടുപ്പിന് വേണ്ടിയോ ഉപയോഗപ്പെടുത്തുന്ന പാർട്ടിയല്ല. ഞങ്ങള് ഇടതുപക്ഷം വോട്ട് പിടിക്കുന്നത് ഇവിടെ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞ ഈ ജനകീയാസൂത്രണവും അധികാര വികേന്ദ്രീകരണമെല്ലാം കൊണ്ടുവന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ച് ഇവിടുത്തെ ഗ്രാമീണ റോഡുകളും പ്രൈമറി സ്കൂളുകളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും അംഗനവാടികളും എല്ലാം മെച്ചപ്പെടുത്തിയ കാര്യം പറഞ്ഞിട്ടാ.